ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ കുറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ 13-ാം തീയതി 6:30 കണ്ണൂരിലെത്തുന്ന മംഗളൂർ പോണ്ടിച്ചേരി എക്സ്പ്രസ്സിൽ ഞങ്ങൾ പോണ്ടിച്ചേരിയിലേക്ക് പോവാണ്. അതിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളൊരു കയറിയ ഉടനെ തന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു 10:30 ആയപ്പോഴത്തേനും നമ്മൾ കിടന്നു. പിറ്റേ ദിവസം രാവിലെ 9:00 നമ്മൾ പോണ്ടിച്ചേരി എത്തുന്നത്. എത്തിയ ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള 2-വീലർ റെന്റൽ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഒരു 2-വീലർ റെന്റിന് മേടിച്ചു. ഇതിലായിരുന്നു 2 ദിവസം ഞങ്ങൾ പോണ്ടിച്ചേരി കറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം. 2 ദിവസം ഞങ്ങൾ സ്റ്റേക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള റൂമായിരുന്നു ഇത്. അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല, പക്ഷെ ഓക്കെ റൂമായിരുന്നു. അതിനുശേഷം നമ്മൾ ബ്രഞ്ച് കഴിക്കാനായിട്ട് പോയി. എല്ലാ വീടിന്റെ മുന്നിലും കോലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രെഡ് ആൻഡ് ചോക്ലേറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ സിന്ന ക്രീം ടോസ്റ്റും മെഡിറ്ററേനിയൻ വ്രാപ്പും ഫിഗ് ആൻഡ് ബനാന ഷേക്കും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം പോയത് ഓറോവില്ലയിലേക്കാണ്. ഇത് 4000 ഏക്കേഴ്സിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു എക്സ്പെരിമെന്റൽ ടൗൺഷിപ്പാണ്. ഇവിടെ ജാതിയോ മതമോ ആരാധനാലയങ്ങളോ ഒന്നുമില്ലാത്ത ഒരു എക്സ്പെരിമെന്റൽ ടൗൺഷിപ്പാണ്. ഈ 4000 ഏക്കർ നടന്നു കാണാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കാറിലാണ് പിന്നീട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടത്. ഇവരുടെ തന്നെ റെസിഡൻഷ്യൽ ഏരിയകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, തിയേറ്റേഴ്സ്, കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓറോവില്ലയിലുള്ള വെൽ പേപ്പർ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങളും പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇയറിങ്സ്, വള, മാല, ഡ്രസ്സ്, ടോഡി ബാഗ്സുകൾ, അതുപോലെ തന്നെ ഫ്ലവർ വേസ്, ആ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഓറോവില്ലയിൽ തന്നെയുള്ള സൗണ്ട് ഗാർഡനിലാണ് പോയിട്ടുള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓരോ ഇൻസ്ട്രുമെന്റിനും പ്രത്യേക മ്യൂസിക്കുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 15 to 20 minutes I'm going to explain about the instruments. Like I'm going to give you instruction like how to play. I'll say what play the instrument, feel the sound. The reason to give the guide to tourists, there is a lot of damages happening for the instruments. To prevent this, we are teaching I just want 6 or 7 members to get inside and make a circle around this one. Just for them, one by one, or place it on top like this. Instrument where you just have to plug the strings gently and softly. And if you pull it down, it cuts. Don't pull it down, just twist it clockwise or anti-clockwise, any direction twisted. So in this thing you just have to walk through inside, which kind of gives you adventurous feel. So while walking inside, you should not go one behind another, because when one person walks, the bamboo and we have a point on the left side. So totally there are 3 PVC pipes.
two persons can play as a pair at the same time. So this is just to test your focus and patience, where we have like multiple instruments combined together, where one or more person can play and make music. This stone. To wet your hands. So after wetting your hands, despite if it's oily or moisturized, it won't work. So after wetting it, rub it like this. So this is a process, remove out the oil stains from your hands. So after rubbing it in the sides, wet your two sides, spread your fingers, just give a bit of pressure and rub it in opposite direction slowly. അതിനുശേഷം നമ്മൾ പോയിട്ടുള്ളത് റോക്ക് ബീച്ചിലാണ്. റോക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷെ സ്വപ്നക്കൂടിലെ ഭാവന കടലിൽ വീണ് മരിക്കുന്ന ആ ഒരു ദൃശ്യം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. അതിനുശേഷം അതിന്റെ നേരെ ബാക്കിലുള്ള വൈറ്റ് കോളനിയിലാണ് പോയിട്ടുള്ളത്. ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം, അവിടെയുള്ള സെയിം ആർക്കിടെക്ചറൽ രീതി തന്നെയാണ് ഇവിടെയുള്ളത്. കാരണം രണ്ടും ഫ്രഞ്ച് കോളനി ആയിരുന്നല്ലോ. അതിനുശേഷം നമ്മൾ കുറെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, നേരെ റൂമിൽ പോയി. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.